മതി. ഇരിക്കുന്നില്ലേട്ടാ. ആ പുറത്ത് കിടക്കുന്ന ആൾക്ക് കഴിക്കാൻ വല്ലതും കൊടുത്താവോ? നീ ആരോടാ അത് ചോദിക്കുന്നേ? അയാൾക്ക് കഴിക്കാൻ കൊടുത്തോണ്ടിരുന്നേ നിന്റെ ഭാര്യയല്ലേ, അവക്കെന്തു പറ്റി? അനു ഇനി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടില്ലെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയുടെ വീട്ടിൽ ഇനി അമ്മയുടെ തീരുമാനങ്ങൾ മാത്രം നടക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യനെ രാവന്തിയോളം ജോലി എടുപ്പിച്ചാൽ അയാൾക്ക് ഭക്ഷണം കൂടെ കൊടുത്തിരിക്കണം. എടാ, നിന്റെ ഭാര്യ അയാളെ കൈയൊഴിഞ്ഞെന്ന് വെച്ച് ആ ചുമതല നീ എന്റെ തലയിലോട്ട് കെട്ടിവെക്കാൻ നോക്കണ്ട. എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, ഇല്ല കൊടുക്കില്ല. എങ്കിലേ അമ്മ അയാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും പാടില്ല. ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അമ്മയ്ക്ക് രസമായിരിക്കും, പക്ഷേ അത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. എടാ, നീ ഇപ്പൊ എന്നോടിത് പറയുന്നേ അയാൾ എന്നെ നരയിപ്പിക്കുന്ന കാലത്ത് നിനക്ക് ബുദ്ധി ഉറച്ചിട്ടില്ലാത്തോണ്ടാ. പക്ഷേ ഞാൻ 4 ദിവസം പട്ടിണി കിട്ടാലും അയാൾ എന്നെ കുറ്റപ്പെടുത്തില്ല. കാരണം എന്താ? എന്നോട് അയാൾ ചെയ്തതൊക്കെ അയാൾക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇന്ദ്രനെ ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നും അല്ല, ഇവന്റെ മനസ്സ് മാറ്റുന്ന ഇവന്റെ ഭാര്യ. അവളുടെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ചെറുപ്പത്തിലെ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും അറിയാതെ വളർന്നവളാ. അതമ്മ പറഞ്ഞത് ശരിയാ. ഒരു വിഷമം അറിയാതെ വളർന്നവർക്ക് ചിലരുടെ വിഷമം കാണുമ്പോ സിമ്പതിയും സഹായ മനസ്സും ഒക്കെ തോന്നും. അത് പബ്ലിക്ക് പേരെടുക്കാനുള്ള ഒരു വഴി കൂടിയാണല്ലോ. അവള് പേരും പ്രശസ്തി ഉണ്ടാക്കിക്കോട്ടെ, പക്ഷേ അത് ഈ കുടുംബത്തിന് ചെലവിൽ വേണ്ട. സ്വന്തം വീട്ടിൽ പോയിട്ട് സ്വന്തം ചെലവ് ചെയ്യട്ടെ. ഏട്ടത്തി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാ അമ്മയ്ക്ക് തൃപ്തിയാവോ? അതിനുവേണ്ടിയാണോ അമ്മ ഈ കളിയൊക്കെ കളിക്കുന്നത്? എടാ, ഞാൻ എന്ത് കളി കളിച്ചതാടാ? അതെ, ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന ആളുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. 3 നേരത്തെ ആഹാരം അല്ലാതെ മറ്റൊരു സഹകരണവും ഇവിടുന്ന് ആരുമായിട്ടുണ്ടാകാൻ പാടില്ല. ആരും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കി അയാളെ സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാക്കുക. എന്നാ അവള് ചെയ്തോണ്ടിരിക്കുന്ന എന്താ? അതെല്ലാം മറന്ന് അവൾ അയാളുടെ സകല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. അയാളെ ഇവിടെ നിലനിർത്തി ആ ഭാരം എന്റെയും എന്റെ മക്കളുടെയും തലയിൽ കെട്ടുവെക്കുക അവളുടെ ലക്ഷ്യം. അതിന് നമ്മൾ നിന്ന് കൊടുക്കണോ? വേണോ ഇന്ദ്ര? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അയാളുടെ കാര്യങ്ങളിൽ അനു ഇടപെടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ 3 നേരം അയാൾക്ക് ആഹാരം കൊടുക്കുന്ന കാര്യം കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് അതിന്റെ ശരി. ആ മനസ്സെങ്കിലും അയാളോട് കാണിക്കണം. നീ കഴിക്കുന്നില്ല? ഞാൻ കഴിച്ചോളാം രഘുവേട്ടാ. നീ ഇരിക്കും. അമ്പിളി, എനിക്ക് തോന്നുന്നതേ, നീ ഇന്നലെ രാത്രി മുറിയിൽ വെച്ച് സംസാരിച്ചില്ലേ, അതമ്മ കേട്ട് കാണൂന്ന. അമ്മാവന്റെ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ രഘുവേട്ടനോട് പറഞ്ഞ കാര്യങ്ങള് അച്ഛൻ എങ്ങനെ കേൾക്കാനാ? എന്റെ അച്ഛനെ മറ്റുള്ളവര് പറയുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന ശീലമൊന്നുമില്ല. എടീ, അമ്മാവൻ ഒളിഞ്ഞു കേൾക്കുമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എടി, ഞാൻ മുറിയിൽ നിന്നിറങ്ങി സെറ്റിലേക്ക് കിടക്കാൻ ചെല്ലുമ്പോ അമ്മാവനോട് കഫ്സിറപ്പായിട്ട് ഇരിപ്പുണ്ട്. ആ ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയിരുന്നു. ഏയ്, അതൊക്കെ രഘുവേട്ടന് വെറുതെ തോന്നിയതായിരിക്കും.
സെറ്റിലിരിക്കുന്ന അച്ഛൻ നമ്മളെ മുറിയിലിരുന്ന് സംസാരിക്കുന്നത് എങ്ങനെ കേൾക്കാനാ? ഓ എന്റെ അമ്പിളി, ഞാൻ പറയുന്ന എന്താന്ന് ആദ്യം നീ ശ്രദ്ധിച്ച് കേക്ക്. ഓ ദേ, അമ്മാവനെ കഫ് സിറപ്പ് വരാൻ വേണ്ടി മുറിയിലേക്ക് വന്നു കാണും. അപ്പോഴായിരിക്കും നീ പറയുന്നത് കേട്ടെ. അത് അമ്മാവന്റെ മനസ്സിൽ കൊണ്ടിരിക്കാം. അദ്ദേഹം അത് കേട്ടെന്ന് അറിയാതിരിക്കാൻ മുറിയിലൊന്നും തട്ടി വിളിക്കാതെ സെറ്റിൽ പോയി ഇരുന്നാണെങ്കിലോ? ശ്ശോ, ഓരോ സമയത്ത് എനിക്ക് ഓരോന്ന് തോന്നും. ആ നേരത്ത് നാവല് വികട സരസ്വതി കയറി കൂടുകയും ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടെങ്കില് അത് വലിയ അപകടമാണല്ലോ രഘുവേട്ട. അച്ഛൻ വീണ്ടും എന്നെ വെറുക്കും, ഉറപ്പാ. എടി നിർത്ത്, തസങ്ങൾ വരുന്നുണ്ട്. കഴിച്ചു തുടങ്ങിയാലേ രഘു. അങ്കിൾ ഇരിക്ക്. അങ്ങനെ ഇരിക്കും. ഞാൻ അങ്കിളിനെ വിളിക്കാൻ വരികയായിരുന്നു. ഇവിടെ കുറച്ച് മതി. രഘുവേട്ട അതിങ്ങടുത്ത്. മുട്ടക്കറിയാണല്ലേ? ഓക്കെ. മുട്ടക്കറിക്കിപ്പം പൂരിയാ. ആണോ? മതി മതി മതി. ആ, രഘു അണ്ണനെ വിളിച്ച് നോക്കിയായിരുന്നോ? ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് തന്നെ അങ്കിളെ. ആ, അണ്ണൻ മക്കളെയും കൊണ്ട് അങ്ങോട്ടാ പോയതെന്ന് തൽക്കാലം ആരും അറിയണ്ടെന്ന് കരുതിക്കണം. നമ്മളാരെങ്കിലും അന്വേഷിച്ചില്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? അമ്മാവനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പുറകില് എന്തോ ഒരു സംഭവം ഉണ്ടെങ്കിലേ. അല്ലെങ്കിൽ ആരോടൊരു വാക്ക് പോലും പറയാതെ അമ്മാവൻ ചിരുവിന്റെ മക്കളെയും കൂട്ടി ഇവിടുന്ന് പോവോ? അത് എനിക്കും തോന്നി. പക്ഷെ ഇവിടെ പറയത്തക്ക സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടോ അമ്പിളി? അല്ലെങ്കിലേ എന്റെ പേടി എന്റെ വായിന്ന് വല്ലതും വീണുപോയോന്നാ. കുട്ടികളെ വിനയൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതിന് വിനയനെ കുറ്റപ്പെടുത്തി ഞാൻ രഘുവേട്ടനോട് സംസാരിച്ചിരുന്നു. ഇനി അതെങ്ങാനും കേട്ടിട്ട് ചീരുവിന്റെ മക്കളെ ഇവിടെ താമസിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നെങ്ങാനും അച്ഛന് തോന്നിക്കാണോ? ആ, ഈ കാര്യത്തില് അണ്ണന് വിഷമം തോന്നാൻ ചിലപ്പോൾ ഇതൊക്കെ മതിയാവും. എന്തായാലും നമ്മളിപ്പോ ഒരു ഊഹാപോഹത്തിനൊന്നും പോണ്ട.